ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഉപനിഷത്തുകളെക്കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ ഫിലോസഫി പേപ്പറിൽ ഉപനിഷത്തുകളെക്കുറിച്ചും അവയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനെക്കുറിച്ചും ഒരു ഭാഗം പറയുന്നുണ്ട്. ആ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ തന്നെ സംസ്കൃത പദങ്ങളൊക്കെ വരും. നമ്മൾ വിചാരിക്കുന്ന തലത്തിലുള്ളൊരു ക്ലാസ് ആവില്ല. നമ്മളുടെ സാധാരണ ക്ലാസ് പോലെ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ക്ലാസ് ആവണമെന്നില്ല. വളരെ വിരസമായി പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ നല്ല പടങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അധികം വിരസതയൊന്നും വരുത്താത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കാൻ ഞാൻ ശ്രമിക്കും. ആദ്യം തന്നെ ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്കിത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ട എങ്കിൽ പോലും എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ മാത്രം മതിയെങ്കിലും നമ്മളൊരു കാര്യം പഠിക്കുമ്പം അതൊരു പുതിയ കാര്യമാണെങ്കിൽ അത്യാവശ്യം അതേക്കുറിച്ച് വളരെ ഡെപ്ത് ഇല്ലെങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അത് വളരെ നല്ലതാണ്. അപ്പോൾ ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപനിഷത്ത്, അതായത് ഉപ എന്ന് ഉദ്ദേശിക്കുന്ന അടുത്ത്, നിഷത്ത് ഇരിക്കുക. അപ്പോൾ ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അടുത്ത് ഇരിക്കുക, അതായത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് തന്നെ, ഒരു ഗുരുമുഖത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി അറിവ് നേടി അവൻ്റെ ഇഗ്നറൻസ് അല്ലെ അറിവില്ലായ്മയെല്ലാം ദൂരെ അകറ്റുന്നതിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഉപനിഷത്തുകൾ എന്താണെന്ന്. അതായത് ധാരാളം അറിവിൻ്റെ ഒരു സോഴ്സ് എന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ അന്ധതയെ അല്ലെ നമ്മളുടെ ഉള്ളിലെ അഹങ്കാരത്തെയും നമുക്ക് അറിവില്ലായ്മയും ഒക്കെ ദൂരെ അകറ്റുവാൻ അതൊരു ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ്, അങ്ങനെ നേടുന്ന ഒരു അവസ്ഥ. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അത്രയേറെ അറിവുകളുടെ ഒരു ഉറവിടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപനിഷത്തിനെ പറയാം. അതായത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു വിദ്യാർത്ഥി വളരെ ഡിവോട്ടഡായിട്ട്, ഒരു ഡിവോട്ടഡ് മാനർ, ഒരു ആത്മസമർപ്പണത്തോടെ ഇരുന്നു കൊണ്ട് റിയാലിറ്റിയെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അറിവ് നേടിയിട്ട് എല്ലാ ഇഗ്നറൻസുകളും, അതായത് എല്ലാ അറിവില്ലായ്മകളും നശിപ്പിച്ച് കളയുന്ന അതിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തിൽ ധാരാളം അറിവുണ്ട്. ഈ അറിവെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയെ നശിപ്പിച്ചു കളയാൻ പാകത്തിനുള്ളതാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഉപനിഷത്തുകളുടെ മറ്റൊരു പേരാണ് വേദാന്താസ്. അതായത് എല്ലാ വേദങ്ങളുടെയും അൾട്ടിമേറ്റ് എൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എല്ലാ വേദങ്ങളുടെയും അങ്ങേ അറ്റമെന്ന് നമുക്ക് വേണ്ടി എന്ത് പറയാം, ഉപനിഷത്തുകളെ പറയുമ്പോൾ അവരുടെ ഒരു അൾട്ടിമേറ്റ് എൻഡാണ് വേദത്തിൻ്റെ ഈ വേദാന്താസ് അല്ലെങ്കിൽ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുക്കി നമ്മൾ പറഞ്ഞാൽ ആത്മനെക്കുറിച്ചും ബ്രഹ്മനെക്കുറിച്ചുമുള്ള അറിവിനെയാണ്, അല്ലെ അതിൻ്റെ എസൻസ് ആണ്. ആത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകും. അതേക്കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 തൊട്ട് 200 വരെ ഉപനിഷത്തുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും അവരൊരു 10-12 എണ്ണമാണ് പ്രിൻസിപ്പിൾ ഉപനിഷത്തുകളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുകൾ തന്നെയായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ വിപുലീകരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഭഗവത്ഗീത, അതുപോലെ തന്നെ ബുദ്ധിസം, ജൈനിസം, ഇങ്ങനെ ഓരോ യോഗ സ്കൂളുകൾ, സംഖ്യാ സ്കൂളുകൾ, ഇതെല്ലാം നമ്മൾ എടുത്ത് നോക്കിയാലും, അപ്പം അതൊക്കെ നമുക്ക് ബി.എഡിന് പഠിക്കാനുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ എടുത്ത് നോക്കിയാലും അവയുടെ എല്ലാം ഒരു എസൻസ് എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുകളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കർമ്മ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ചെയ്യുന്നതിനുള്ള ഫലം തിരിച്ചു കിട്ടുന്നു. ഈ കർമ്മ എന്ന ആശയം പോലും മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഉപനിഷത്തുകളിൽ നിന്നാണ്. അപ്പോൾ വേദങ്ങളുടെ അൾട്ടിമേറ്റ് എൻഡ് അഥവാ വേദാന്താസ് എന്ന് തന്നെയാണ് ഈ ഉപനിഷത്തുകൾ അറിയപ്പെടുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പെറിഫറി നോക്കുകയാണെങ്കിൽ 2 തരം ജ്ഞാനത്തെക്കുറിച്ചാണ് ഈ ഉപനിഷത്തുകൾ പറയുന്നത്.
ലോവറും ഹയറും. അപ്പം ലോവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഉപനിഷത്തുകൾ എന്തൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പം ഇതെല്ലാം തന്നെ ഇതിൽ റിട്ടേൺ ആയിട്ടുണ്ട്. സെറമോണിക്കൽ ഗ്രാമറിൽ അതിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ഉപനിഷത്തിൻ്റെ ലോവർ നോളേജ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ഈ ഹയർ നോളേജ് എന്താ? ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ലോവർ നോളേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഈ നമ്മുടെ ഇഗ്നറൻസ് മാറ്റാൻ അല്ലെങ്കിൽ അറിവ് നേടാൻ നമുക്ക് വേണ്ടുന്ന ജ്ഞാനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സെറമോണിക്കൽ ഗ്രാമറിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്ത്? ഈ ഋഗ്, യജുർ, സാമ, അഥർവ വേദങ്ങളിൽ. അതാണ് നമ്മുടെ ഉപനിഷത്തിൻ്റെ ലോവർ നോളേജ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഇതെല്ലാം തന്നെ പഠിച്ച്, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, അത് എല്ലാം മനസ്സിലാക്കുകയും അതിലെന്താണെന്നുള്ള അറിവ് നേടുകയും ചെയ്യുമ്പോൾ എന്താണ്? അയാൾ ഹയർ നോളേജിലോട്ട് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹയർ നോളേജ് എന്ന് പറയുമ്പം ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിയുക എന്നുള്ളതാണ്, ഇമ്മോർട്ടലായിട്ടുള്ള പരബ്രഹ്മമാണ്. ആ ഹയർ നോളേജിലോട്ട് എത്തുന്നത് അതെങ്ങും എഴുതി വെച്ചിട്ടുള്ളതല്ല. ആ ഹയർ നോളേജിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ഈ ലോവർ നോളേജുകൾ, ഇതുപോലുള്ള വേദങ്ങളിലുള്ള ലോവർ നോളേജുകൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി അർത്ഥം ഉൾക്കൊണ്ട് അറിവ് നേടിക്കൊണ്ട് ഒരു വ്യക്തി പരബ്രഹ്മത്തിലോട്ട് എത്തുന്നതിനെയാണ് ഹയർ നോളേജ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു വേദം എടുത്ത് നോക്കുകയാണെങ്കിൽ വേദത്തിന് ശരിക്കും 2 ഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. ഈ സംഹിതകളായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ വരുന്നതാണ്. അതേസമയം ഈ ഉപനിഷത്ത് എന്നൊക്കെ പറയുന്നത് ജ്ഞാനകാണ്ഡമാണ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് പരബ്രഹ്മം അല്ലെ അൾട്ടിമേറ്റ് റിയാലിറ്റിയിലേക്കുള്ളൊരു യാത്രയില്ലേ. അപ്പം ആ ജ്ഞാനത്തിലോട്ട് എത്തുന്നതിനെയാണ് എത്തുന്നത് കൊണ്ടാണ് ആ ഭാഗത്തെ നമ്മൾ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. മറ്റേ ആദ്യം ഞാൻ പറഞ്ഞൊരു കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു പറയുന്ന സംഹിതകളിലെല്ലാം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ അറിവ് ഉൾക്കൊണ്ട് ഒരു വ്യക്തി ജ്ഞാനിയായി തീരുമ്പോൾ അതാണ് നമ്മൾ ഉപനിഷത്തിൻ്റെ അൾട്ടിമേറ്റീവ്, അതായത് പരബ്രഹ്മത്തിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉപനിഷത്തിനെ നമ്മൾ ജ്ഞാനകാണ്ഡത്തിൻ്റെ ഒരു ഭാഗമാണെന്നൂടെ പറയുന്നത്. അതിലൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപനിഷത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെ ഒരു പരബ്രഹ്മത്തിൽ എത്തുക എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവിടെ 2 ഭാഗങ്ങൾ അല്ലെ 2 പദങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ആത്മനും ബ്രഹ്മനും, അതായത് ആത്മാവും ബ്രഹ്മവും എന്നുള്ളൊരു രീതിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി എല്ലാം ഈ 2 പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും. അതായത് ആത്മനും ബ്രഹ്മവും. ശരിയാണ്, നമ്മളൊരു വേദം അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ തരത്തിലുള്ള ഒരു വായനയിലൂടെ നമ്മൾ പോകുമ്പം കൂടുതലും നമ്മൾ ആത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയുടെ ഒരു അടിത്തറ എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആത്മനെന്നും ബ്രഹ്മനെന്നുള്ള പദങ്ങളെ പറയാം. ഒരു വ്യക്തിയുടെ ഇന്നർ സെൽഫാണ് ആത്മൻ അഥവാ ആത്മാവെന്ന് പറയുമ്പോൾ, അതേസമയം ബ്രഹ്മം എന്ന് പറയുന്നത് അല്ലെ ബ്രഹ്മൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് സോഴ്സാണ്, ഔട്ടർ വേൾഡ് നമ്മൾ അല്ലെങ്കിൽ പരബ്രഹ്മം, ഒരു ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഒരു വേൾഡ്, പുറം ലോകത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി ആണെന്ന് നമുക്ക് പറയാം. ചില കേസിൽ നമ്മൾ ഈ ആത്മനെന്നും ബ്രഹ്മനെന്നും ഒരേപോലെ തന്നെ ഒരേ രീതിയിലാണ്, ഒരേപോലത്തെ രീതിയാണ്, ഒന്ന് തന്നെയാണെന്നുള്ള രീതിയിലും പ്രയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ പ്രയോഗിക്കും എന്ന് പറഞ്ഞാൽ തന്നെയും നമ്മൾ നോക്കിക്കഴിയുമ്പോഴേക്കും യഥാർത്ഥമായിട്ടുള്ളൊരു അർത്ഥം നോക്കുമ്പം നമുക്ക് പറയാം ഒരു സബ്ജക്റ്റീവ് സൈഡിനെയാണ് നമ്മൾ, അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെ ആത്യന്തികമായൊരു സത്യം നോക്കി കഴിയുമ്പോൾ അതിനൊരു സബ്ജക്റ്റീവ് സൈഡാണ് ആത്മനെന്നും ഒബ്ജക്റ്റീവ് സൈഡാണ് ബ്രഹ്മനെന്നും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഇനി കുറച്ചും കൂടി കട്ടിയുള്ളൊരു ഭാഗം, കട്ടിയെന്ന് വെച്ചാൽ കട്ടിയല്ല, കുറച്ചും കൂടി ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ നമുക്കതൊന്ന് പറയാം. ആത്മനും ബ്രഹ്മനും എന്താണ്? ആത്മൻ എന്ന് പറയുമ്പം വിച്ച് പെർവേഡ്സ് ഇൻ ഓൾ എന്ന് പറയും, എല്ലാത്തിലും കാണപ്പെടുന്നതെന്ന് പറയും. അതായത് അതൊരു അൾട്ടിമേറ്റ് സബ്ജക്റ്റ് ആണെന്ന് പറയും, ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് ആകാൻ കഴിയാത്തൊരു അൾട്ടിമേറ്റ് സബ്ജക്റ്റ്. അപ്പം നിങ്ങൾക്ക് വിചാരിക്കും ഇതെന്താ ഈ ടീച്ചർ ഈ പറയുന്നത്, അൾട്ടിമേറ്റ് സബ്ജക്റ്റോ ഒബ്ജക്റ്റ് ആവാൻ പറ്റാത്തതോ, അതെന്താ? അതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം. ഇത് ഞാനായിട്ടുണ്ടാക്കുന്ന ഉദാഹരണമല്ല, ഇവർ തന്നെ പറയുന്ന ഒരു ഉദാഹരണമാണ്. അതായത് ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി തന്നെയാണ് ഈ ആത്മൻ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത്. നമ്മുടെ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പം
റോഡ് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ വഴി പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനി നമ്മുടെ ശരീരം ഒരു രഥമാണെന്ന് വിചാരിക്കുക. നമ്മുടെ സെൻസുകൾ അതെല്ലാം കുതിരകളാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ശരീരം ഒരു രഥമാണ്. നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെ സെൻസുകൾ എന്താണ്? അതിൻ്റെ കുതിരകളാണ്. നമ്മുടെ മനസ്സ് എന്താണ്? മനസ്സും നമ്മുടെ ബുദ്ധിയും ഇതിനെ നിയന്ത്രിക്കുന്ന അതല്ലെങ്കിൽ ഒരു രഥത്തിൻ്റെ ഒരു സാരഥിയാണെന്ന് നമുക്ക് വേണേൽ പറയാം. അതിൽ ഇരിക്കുന്ന ആ രഥത്തിലിരിക്കുന്ന ഇതിൻ്റെ ഒരു ഓണർ അല്ലെ ഒരു മുതലാളി അല്ലെ പ്രഭുവാണെന്ത്? ആത്മാവെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവർ ഈ പറയുന്ന ഉദാഹരണം. ആത്മാവെന്ന് പറയുമ്പം ഒബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ് ആണ്, അൾട്ടിമേറ്റ് റിയാലിറ്റി ആണ്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ അവർ പറയുകയാണ്. ഒരു വഴി അല്ലെങ്കിൽ ഒരു റോഡ് അതൊരു ഒബ്ജക്റ്റ് ആണ്. നമ്മുടെ ശരീരം ഒരു രഥമാണ്. നമ്മളുടെ സെൻസ് ഓർഗനുകൾ അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്ന കുതിരകളാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി ഇതെല്ലാം തന്നെ നയിക്കുന്ന നമ്മുടെ സാരഥികളെന്ന് വേണേൽ പറയാം. നമ്മുടെ അതിൽ ഇരിക്കുന്ന വ്യക്തി, ആ പ്രഭു അല്ലെ അതിലിരിക്കുന്ന ലോഡാണ് ആത്മൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, ഏകദേശം ഉപനിഷത്തിൽ ഉദ്ദേശിക്കുന്ന ഒരർത്ഥം കിട്ടി കാണും. അപ്പം ഇതാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പം സെൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളുടെ സെൻസ് നമുക്ക് കാണേണ്ട കാഴ്ചകളിലും കേൾക്കേണ്ടാത്തതും കാണേണ്ടാത്തതും ഒക്കെ ചിലപ്പോൾ നമ്മൾ കാണും. കാണേണ്ടതും കാണും, കാണാൻ പാടില്ലാത്തതും കാണും. ശരിയല്ലേ? കേൾക്കേണ്ടതും കേൾക്കും, കേൾക്കാൻ പാടില്ലാത്തതും കേൾക്കും. അതുകൊണ്ട് തന്നെ അപ്പം അതാണ് സെൻസിനെ. അപ്പം എന്താണ്? നല്ല കുതിരകളുമുണ്ട്, മോശം കുതിരകളുണ്ട്. ഗുഡ് ആൻഡ് ബാഡ് ഹോഴ്സസ് എന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പം ഇതാണ് ഇത്രയും ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് ആത്മൻ അല്ലെങ്കിൽ ഹയസ്റ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആത്മാവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് മരണമില്ല എന്ന് ഭഗവത്ഗീതയെ പറയുന്നത് പോലെ തന്നെ ആത്മൻ എന്താണ്? ഇമ്മോർട്ടലാണ്. അപ്പം നമ്മളുടെ ഒരു നമ്മളുടെ ഒരു വിശ്വാസം അനുസരിച്ച്, വിശ്വാസമല്ല നമ്മൾ കേട്ടറിവുകളനുസരിച്ച് എന്താണ്? ആത്മാവ് ഈശ്വരനിൽ പോയി ലയിക്കുന്നു. അതേ കോൺസെപ്റ്റാണ് ആക്ച്വലി നമ്മുടെ ഈ ആത്മനും ബ്രഹ്മം എന്ന് പറയുന്നത്. അതായത് ആത്മാവ് പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. ആത്മൻ എന്നുള്ളത് ആത്മാവാണ്, ഇമ്മോർട്ടലാണ്. ബ്രഹ്മൻ എന്ന് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സാണ്, ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ഈ ഒരു പരബ്രഹ്മ അല്ലെ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളുടെയും എല്ലാ കാര്യത്തിൻ്റെയും ഉദ്ഭവം എന്ന് വേണേ പറയാം. എല്ലാ കാര്യങ്ങളും, അതായത് ജീവനുള്ളവ എല്ലാം ഉണ്ടാകുന്നതും തിരികെ അവ പോകുന്നതും റീഅബ്സോർവ് ആകുന്നതും ബ്രഹ്മനിലോട്ടാന്ന് പറയും. അതായത് നമ്മളുടെ ഗീത ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ എല്ലാത്തിലും എല്ലാം ഞാനാണല്ലോ എന്ന് പറയും ഗീതയിൽ. എല്ലാം എന്നിലാണുള്ളതെന്നും, അതായത് എല്ലാം എന്നിൽ തന്നെയാണുള്ളത്, എല്ലാം എന്നിലേക്ക് തന്നെയാണ് വരാനുള്ളതും. ആ കോൺസെപ്റ്റാണ് നമ്മുടെ ഈ ബ്രഹ്മൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ക്ലാസ് കുറച്ച് കട്ടിയാണ് എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുമെന്ന്.